വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ 2-3 മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പം ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എഡിറ്റ് ചെയ്യാനുള്ള മടി. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്. പക്ഷെ ലാസ്റ്റ് ആ ഒരു വീഡിയോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗായിരുന്നു. ഇപ്പം ഞാൻ എന്താണ് കറക്റ്റ് ആക്ച്വലി വീഡിയോ എടുത്തതെന്നുള്ള ഡേറ്റ് ഞാൻ പറയുന്നില്ല, കാരണം അത്രയും ഡിലേ ആയിട്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം ഞാൻ ആ വീഡിയോ പല പ്രാവശ്യം എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നതാണ്, വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഇരുന്നതാണ്. എന്ത് ചെയ്ത് എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാരണം എന്നൊന്നും അറിയില്ല. എത്രയോ പ്രാവശ്യം എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു, പിന്നത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇൻസ്റ്റഗ്രാം റീൽസിലേക്കായി കൂടുതൽ കോൺസെൻട്രേഷൻ, അങ്ങനെ. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ പറയുന്നൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. എനിക്കങ്ങനെ തന്നെ വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് വെളിയിൽ പോകാം. വെളിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പർച്ചേസിങ് നടത്താം. സോറി ഗൈസ്, ഞാൻ താമസിക്കുന്ന പ്രോപ്പർ സിറ്റി സെൻറ്ററിലാണ്. അപ്പം നമ്മുടെ വീടിന് ചുറ്റും ചർച്ചസ് ആണ്. അപ്പോൾ കറക്റ്റ് ഓരോ മണിക്കൂർ ആകുമ്പോഴത്തേക്കും അവിടെ ബെല്ലടിക്കും. അതിൻ്റെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. എനിക്കതിന് പ്രത്യേകിച്ച് കമ്പനി കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. സോളോ ഷോപ്പിംഗ് ആയാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മനുവിനാണെങ്കിൽ നേരെ തിരിച്ചാണ്, ഒട്ടും ഇഷ്ടമില്ല ഷോപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനാണ് പോലും ഒന്നെങ്കിൽ വന്ന് പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്ത്, അങ്ങനെ അല്ലാണ്ട് ടൈം എടുത്ത് ഷോപ്പിങ്ങിലേക്ക് അധികം ഇൻവോൾവ്ഡ് ആകാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ രണ്ട് ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് കൂടുതലും ഷോപ്പിങ്ങിനൊക്കെ എന്നോട് തന്നെ പോയി ഇഷ്ടമുള്ള സമയമെടുത്ത് ഷോപ്പ് ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് ഞാൻ തന്നെയാണ് പോകുന്നത്. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം നാളത്തേക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ആയാൽ പോലും നമുക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം ബാക്ക്. എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അതിനെനിക്ക് പ്രത്യേകിച്ച് കമ്പനിയൊന്നും വേണമെന്നില്ല. സോളോ ഷോപ്പിംഗ് ആയാലും ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാനായിട്ട് വാങ്ങിയാലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. ഞാൻ അങ്ങനെ ഒന്നിരാടം ഷോപ്പ് ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. തീരുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കും, എന്നിട്ടൊരു ബൾക്ക് ഷോപ്പിംഗ് ആണ് ചെയ്യാറ്. ഷോപ്പിങ്ങിന് എപ്പോഴും ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ തന്നെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഷോപ്പിംഗ് പോകുന്ന ദിവസങ്ങളിലൊക്കെ നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഒരു വെൽ പ്ലസന്റ് ആയിട്ടാണ് ഞാൻ പോവാറ്. ഹെയർ ടൈ ചെയ്ത് വെക്കുന്നതിലും എനിക്ക് കൂടുതൽ കംഫർട്ട് ഓപ്പൺ ഹെയർ ആണ്. ഞാനൊരു ഹെയർ കേളർ വാങ്ങിയ പിന്നെ എൻ്റെ സ്ട്രെയിറ്റ്നർ ഞാൻ ആകപ്പാടെ മറന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്ട്രെയിറ്റ്നർ വെച്ച് ഹെയർ കേൾ ചെയ്യാം. ഇന്ന് ഞാൻ ഫുൾ ഹെയർ കേൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യം എൻഡിങ് മാത്രം ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് ഫ്രണ്ടിലെ ബാങ്ക്സ് ഒന്ന് ചെറുതായിട്ട് കേൾ ചെയ്യാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് എപ്പോഴും എന്നെ ഒരേ ലുക്കിൽ കാണുന്നത് ഇഷ്ടമല്ല. ഇന്നിവിടെ ജർമ്മനിയിലെ ഏകദേശം ടെമ്പറേച്ചർ നല്ല ഹൈ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഓൾമോസ്റ്റ് 30 ഡിഗ്രി ഒക്കെ ലാസ്റ്റ് ഡേയ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കയ്യിൽ ഓരോ ക്ലച്ചസും എടുക്കും. ഞാൻ എടുത്തിരിക്കുന്ന ക്രോപ്പ് ടോപ്പ് വന്നിട്ട് ഒരു കാം ബ്ലൂ ആണ്. അതുകൊണ്ട് ഒരു ഹോൾ ലുക്ക് നമുക്ക് വളരെ കാം ആക്കാം. എനിക്കങ്ങനെ മേക്കപ്സിനോട് ഒരുപാട് അങ്ങനെ ഒബ്സഷൻ ഒന്നുമില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഹൈപ്പ് കിട്ടുന്ന ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന പ്രൊഡക്ട്സുകളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ വീട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പോക്കറ്റ് മണിയൊന്നും വീട്ടിൽ നിന്ന് കിട്ടാറില്ല. പിന്നെ കോളേജ് ടൈം ആയപ്പോൾ എൻ്റെ പേരൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മന്ത്സിലേക്ക് ബുക്ക്, പെൻസ്, പിന്നെ വീക്കിലി വൺസ് പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ കൃത്യം എത്രയാകുമോ അതനുസരിച്ചായിരുന്നു പോക്കറ്റ് മണി. കാരണം അവരുടെ തിയറിയിൽ അമിതമായി ക്യാഷ് കയ്യിൽ വന്നാൽ കുട്ടികൾ വഴിതെറ്റി പോകുമെന്നായിരുന്നു. പക്ഷെ ആ ഒരു തിയറിയോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ പ്രത്യേകിച്ച് മണി മാനേജ്മെന്റ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മടിയും കൂടാതെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ 1 രൂപ വരെ എന്തിന് ഏതിന് ചിലവാക്കിയെന്നും
ഇനി അതല്ല ഏതെങ്കിലും വഴി മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നവരെ തല പുകയ്ക്കുന്ന ഒരാളാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ബബിൾ ടീ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ലാസ്റ്റ് ഡേ ബബിൾ ടീ കുടിക്കാൻ എന്തോ വല്ലാത്ത കൊതി തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഷോപ്പ് നേരത്തെ അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആദ്യം ബബിൾ ടീ കുടിച്ചിട്ട് ബാക്കി ഷോപ്പിങ്ങിലേക്ക് കിടക്കാം. ഇടയ്ക്കൊന്ന് പ്രതീക്ഷിക്കാത്ത നല്ലൊരു മഴയും പെയ്തു. അങ്ങനെ മഴയും കണ്ട് ബബിൾ ടീയും കുടിച്ച് കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ ഇതാണ് ജർമ്മനിയിലെ വെതർ. നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും മഴയും ഇടിയും സൺറൈസും സൺസെറ്റും എല്ലാം വന്നു പോകുന്നത്. ഇവിടെ മിക്ക ഷോപ്പുകളും 7 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെയുള്ള DM, മ്യുള്ളർ പോലുള്ള ഷോപ്പുകളൊക്കെ 8:30 വരെ ഓപ്പൺ ആണ്. നമുക്കിപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ രാത്രി ഒരു 10 മണി 10:30 വരെയൊക്കെ നല്ല ലൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈവനിങ് ഒരു 5 മണി തൊട്ടായിരിക്കും സിറ്റിയിലൊക്കെ കൂടുതലും ക്രൗഡ്. ആദ്യം തന്നെ നമുക്ക് ഡഗ്ലസിലേക്ക് പോകാം. ഡഗ്ലസ് എന്നത് യൂറോപ്പിലെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡഡ് ഷോപ്പാണ്. ഇപ്പം ഞാൻ ഒരു പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. കാരണം ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് എനിക്ക് പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും എല്ലാത്തിനും ഞാൻ ഒരേ പ്രൊഡക്ട്സിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 4 to 5 months ആയിട്ട് എൻ്റെ ഹെയറിൽ ഒലാപ്ലെക്സിൻ്റെ ഹെയർ ഷാമ്പൂവും കണ്ടീഷണറുമാണ് ഉപയോഗിക്കുന്നത്. ജർമ്മനിയിൽ വന്ന സമയത്ത് എല്ലാവരെ പോലെ ഹെയർ ഫോൾ ഇഷ്യൂ ഞാനും ഫേസ് ചെയ്തിരുന്നു. ഒരുപാട് പ്രൊഡക്ട്സുകൾ മാറി മറിച്ച് ഉപയോഗിച്ചിട്ടൊന്നും എനിക്കതിൽ നിന്നൊരു റിലീഫ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മേക്കപ്പ് കളക്ഷനിൽ അത്യാവശ്യം എനിക്ക് നല്ലൊരു ലിപ്സ്റ്റിക് കളക്ഷനുകളുണ്ട്. എനിക്ക് തോന്നാറ് നമ്മുടെ ഒരു ഫേസ് മേക്കപ്പിൽ ഡിഫറെൻറ്റ് ലിപ് ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ലുക്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എന്നെ മിററിൽ കാണാൻ എനിക്ക് തന്നെ ഒരു ചേഞ്ച് തോന്നുന്നുണ്ട്. നമ്മൾ ഒരേ രീതിയിൽ ഐബ്രോസ് ചെയ്യും, ഒരേ രീതിയിലായി ലൈൻ ഡിഫൈൻ ചെയ്യും. പക്ഷേ ലിപ്സ്റ്റിക്സ് ഷെയ്ഡ് മാറ്റി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേഞ്ചസ് വരുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ DM-ലേക്കാണ് വന്നത്. DM-ൻ്റെ ഒരു ബ്രാൻഡാണ് ബലെ. അവരുടെ വിറ്റമിൻ C ക്രീം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും ഹ്യൂമിഡിറ്റി ആയിരുന്നു. എന്തെങ്കിലും തണുത്തത് കുടിക്കാം എന്നോർത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓൾറെഡി ബബിൾ ടീ കുടിച്ചതല്ലേ. എനിക്ക് ഈ ജർമ്മനി വന്നു കഴിഞ്ഞ പിന്നെ ഐസ്ക്രീമിനോട് എന്തെന്നില്ലാത്ത ക്രേവിങ്സ് ആണ്. പക്ഷെ എന്താ പറഞ്ഞാൽ എനിക്കങ്ങനെ ഡെയിലി ഐസ്ക്രീം തിന്നാനുള്ള കൊതിയൊന്നുമില്ല. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഡയറ്റ് നോക്കുന്നത് കൊണ്ടും ജസ്റ്റ് വല്ലപ്പോഴൊക്കെ ഒരെണ്ണമാകാം. പിന്നെ ഞാൻ ലിഡിലേക്കാണ് വന്നത്. നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ സൺഡേസ് ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ ബീഫ് വാങ്ങാമെന്നോർത്തു, കൂടെ കുറച്ച് ഫ്രൂട്ട്സും. ലിഡിൽ ഈവനിങ് ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനങ്ങളും കിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒന്നും തന്നെ ഫ്രഷ് ഐറ്റംസ് കിട്ടേയില്ല. എൻ്റെ വീക്കെൻഡ് ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഈ വീക്കിലേക്ക് പാലും അതുപോലെ നമ്മൾ സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് പൊതുവേ, അതിനുള്ളതും ഞാൻ വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ എന്നാൽ ഈ കൂടെ അങ്ങ് വാങ്ങാമെന്ന് ഓർത്തു. ലിഡിൽ നോക്കിയപ്പം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, എല്ലാം ചതഞ്ഞതും ഒക്കെയാണ്. അപ്പോൾ ഇനി റേവേ പോയിട്ട് നോക്കാം. റേവേയിലാകുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ റേവേയിൽ എപ്പോഴും നല്ല ഫ്രഷ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഗ്രോസറീസ് കൂടുതലും വാങ്ങുന്നത് പെനി, ലിഡിൽ, റേവേ എന്നാണ്. കാരണം ഈ 3 സൂപ്പർ മാർക്കറ്റും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ എന്നെ സംബന്ധിച്ച് പെനി കിട്ടുന്ന പല സാധനങ്ങളും ലിഡിലിൽ കിട്ടാറില്ല, ലിഡിലിൽ കിട്ടുന്ന പല സാധനങ്ങളും പെനി കിട്ടാറില്ല. ഇവിടെ രണ്ടും ഇല്ലാത്തത് ചില സമയത്തൊക്കെ റേവേയിലും കാണും. ഞങ്ങൾ 2 പേരും ഇടയ്ക്കൊരു സമയത്ത് ഞങ്ങൾക്ക് വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സ് ഇൻടേക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഡയറ്റ് നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 ഫ്രൂട്ട്സൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നോർമലി ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നേക്കാളും പെട്ടെന്ന് ഞാൻ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റ് റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ഈ ഷോപ്പിംഗ് ഞാൻ പ്ലാൻ ചെയ്തതല്ല, വെറുതെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ എന്നാ പോവാം എന്ന് കരുതിയതാണ്. പിന്നെ നമ്മൾ 6:30 ആയി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഷോപ്സൊക്കെ ഓൾമോസ്റ്റ് 7 മണി ആകുമ്പോൾ തന്നെ അടയ്ക്കും. അതുകൊണ്ട് ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങാൻ പറ്റിയില്ല. ഡ്രസ്സൊക്കെ ഓൾറെഡി നമ്മൾ DM-ലും ഡഗ്ലസിൽ നിന്നും ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തു. ന്യൂയോർക്കറൊക്കെ ആയാലും H&M അതെല്ലാം ഓൾറെഡി 7 മണി വരെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് എന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you, bye bye.